ഹലോ വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ലോഗ് ആസ് എ ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്. ഞാനിപ്പോൾ പഠിക്കുന്നത് ഡൽഹിയിലാണ്, ബട്ട് ബേസിക്കലി ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടു ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസാണ് എൻ്റെ റൂംമേറ്റ്സ് ആഷ്ലി, അശ്വിനി. നമ്മുടെ ഈ ഡൽഹിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹിന്ദിയിൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പല കാര്യങ്ങളും തെറിയാണ് ഗൈസ്. അപ്പോൾ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പടോസിയാണ്, എൻ്റെ അയൽവാസിയെ വിഭാഷ. ഓക്കെ, ഇനി കാണിക്കാൻ പോകുന്നത് ഈ ക്ലിപ്പ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈമിൽ ഭയങ്കര തരംഗമായി നിന്ന്, ഒരു ടൈമിലല്ല ഇപ്പോഴും ഇതുണ്ട്, എല്ലാവരുടെ കയ്യിലും ഇതുണ്ട്. എൻ്റെ അതുണ്ടായിരുന്നു, പൊട്ടിപ്പോയി ഗൈസ്. ഇവളാണ് പ്രീതി. നേരത്തെ കാണിച്ച ക്ലിപ്പ് ഇവളതാണ്. ഇവൾ ഹിമാലയത്തിൽ നിന്നുമാണ് ഗൈസ്. അവളായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് റൂംമേറ്റ്. കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള ഡൽഹി. ഞാൻ പെട്ടെന്ന് പിടിച്ചു, ഹനാൻഷിയാണെന്ന് വിചാരിച്ചു. അന്ന് മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ് ഗൈസ് ഇത്. ഹിന്ദി മേ ബോലോ. ഹിന്ദി അറിയാതെ ഞങ്ങൾ എങ്ങനെ അങ്ങനെ പറയും ഗൈസ്. നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ടൈമായി. നമ്മൾ കയറി വരുമ്പോൾ ഈ സീറ്റൊന്നും ഇങ്ങനെ കാലിയാവില്ല, ഇതൊക്കെ ഓൾറെഡി റിസർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആയുഷ് പോളി ക്ലിനിക്കിലോട്ടാണ്. ആയുഷ് പോളി ക്ലിനിക്ക് എന്താണെന്ന് അറിയാത്തവർക്കായി ഞങ്ങളുടെ 4th ഇയറിൽ നമുക്ക് ആയുർവേദ, ഹോമിയോ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ഇങ്ങനെയെല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ്. ഇതിൻ്റെ അണ്ടറിൽ ഹെൽത്ത് എഡ്യൂക്കേഷനും ബേസിക് ആയിട്ടുള്ള അലോപ്പത്തി കെയറും ആൻഡ് വെൽനസ് സെൻറ്ററുമായിട്ടും ഇത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി പോകാം. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് യോഗ ചെയ്യുന്ന ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. നമുക്ക് സ്റ്റെപ്പായിട്ട് പടിപടിയായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ പടിപടിയായിട്ട് കയറിയാൽ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഹായ് ഉണ്ട്. എല്ലാവരും ഇത് ഇൻട്രൊഡക്ഷൻ വ്ളോഗാണല്ലോ, അപ്പോൾ എല്ലാവരുടെ ഹായ് ഉണ്ട്. അവൾക്ക് ഹായ് പറയാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഇവക്കൊരു മടിയുള്ള ഗൈസ്, നാണമില്ല. എല്ലാവരും ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഹായ് ഇതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാർഡങ്ങൾ വന്നിട്ട് നമ്മുടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നോ സ്മോക്കിംഗ് ബോർഡ് മാത്രമേ ഉള്ളൂ, സൈലൻസ് പ്ലീസ് ഇല്ലല്ലോ. പിന്നെ കുറച്ച് നേരം ഹിന്ദി വാർത്തയെല്ലാം കണ്ട് അങ്ങിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വിളിക്കുന്നുണ്ടല്ലോ, അതെൻ്റെ വീട്ടുപേരാ. മിനിറ്റ് എൻ്റെ പേരിൻ്റെ വരെ അവൾ എൻ്റെ വീട്ടുപേര് മാത്രമേ വിളിക്കുള്ളൂ. പിന്നെ കുറച്ച് നേരം പുറത്ത് ഈ ചെടിയെ നോക്കിയിരുന്നു. തുളസിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അശ്ലിക്കും അച്ഛനും ഇവിടെ ഹിന്ദിയിൽ എന്തൊക്കെയോ വായിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയാളത്തിൽ എന്തുകൊണ്ട് എഴുതിയില്ല എന്നുള്ള അശ്ലിയുടെ പ്രതിഷേധമാണ് ആ മുഖത്ത് നിങ്ങൾ കണ്ടത്. എനിക്കിപ്പോൾ പഴയ പോലെയൊന്നും മലപ്പുറം ഭാഷ വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ ഹായ് തരുന്നത് ഈ അശ്ലി. ഇവളുടെ കോട്ടയം ഭാഷ പകുതിയിൽ കൂടുതലും ഇന്ത്യയിൽ മിക്സ് ആവാനുള്ള ഒരു കാരണം ഓളാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിന് പോയി പഞ്ചകർമ്മ ചെയ്യുന്ന റൂമിലോട്ട്, നമ്മുടെ ഈ ഒഴിച്ചിലൊക്കെ ഇല്ലേ, അത് ചെയ്യുന്ന റൂമിൽ നമ്മുടെ ഫസ്റ്റ് കൊണ്ടുപോയത്. ഈ ഉരുളിയിൽ നമുക്ക് ഒരുപാട് പൂക്കൾ കാണാം. നിലവിളക്കുണ്ട്, മരുന്നിടിക്കുന്ന സാധനമുണ്ട്, നമ്മുടെ മോർട്ടർ പിസ്റ്റൽ പോലെ. പിന്നെ കിണ്ടിയൊക്കെ കണ്ടു. നമ്മൾ നാസിയ ചെയർ കിണ്ടി അവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു ശ്രദ്ധ കൊടുക്കാം, കാരണം അശ്ലി അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ശിരോധാര ടേബിൾ നമ്മൾ കണ്ടു. നമ്മുടെ കിടന്നിട്ടുള്ള ഒഴിച്ചിലൊക്കെ അവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെന്ന് അത് തൊടാനും പിടിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇത് ഉരുളി പൊക്കാൻ വരെ അവിടെ ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി അവിടെ തന്നെയാണ് ഗൈസ്, അവിടെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഹിപ്പ് ബാത്ത്, ഫുഡ് ബാത്ത്, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ചേച്ചി അവിടെ പറഞ്ഞു തന്നു. ചേച്ചി എനിക്ക് ലാസ്റ്റ് ഒരു ടാറ്റയൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹൈഡ്രോ തെറാപ്പി റൂമിലോട്ട് പോയി. ഇവിടെ നമ്മൾ കിടന്നിട്ടുള്ള ബാത്തായിരിക്കും. ഈ ഓരോ പോയിൻറ്റ്സും അതൊക്കെ പ്രഷർ പോയിൻറ്റ്സാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോക്ക് ഹായ് തരാത്ത ഒരുപാട് പേര് എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ അവരൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ ഓൾറെഡി തന്നതാണ്, പിന്നെയും വന്നു. പിന്നെ അതിനുശേഷം നമ്മളൊരു 7-8 വീഡിയോസ്, ഇതിനെക്കുറിച്ചുള്ളൊരു റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ ഞങ്ങൾ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. തിരിച്ച് ബസ്സിലോട്ട് നടക്കുവാണ്. പെട്ടെന്നാണ് നമ്മളവിടെ തെങ്ങ് എവിടെ കണ്ടാലും നമ്മളത് എടുത്തിരിക്കുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ബസ്സിലോട്ട് അങ്ങനെ നടന്ന് അവിടെ പോയിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമില്ലാത്തതിന് കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര കൂക്കലാണ്. എനിക്കിങ്ങനെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ലൈഫിൽ വേണ്ടത്. സോ അത് കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ നാളെ വേറൊരു സ്പെഷ്യൽ ഡേ ആണ്. പിന്നെ വരാം.